ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കസാൻ സിറ്റിയിൽ നിന്നും 140 കിലോമീറ്റർ ദൂരെയുള്ള അതിമനോഹരമായ ഒരു സ്ഥലമാണ്. അപ്പം നമ്മൾ അങ്ങോട്ട് പോണ വഴിക്ക് കാണുന്ന സ്ഥലങ്ങളാണിത്. റഷ്യ വളരെ വലിയൊരു രാജ്യമാണെന്ന് പറയുന്നത് വെറുതെ അല്ല, വെറുതെ കുറേ സ്ഥലങ്ങൾ കിടക്കുകയാണ്. പിന്നെ എന്തിനാണ് ഈ സ്ഥലങ്ങൾക്ക് വേണ്ടി ചുമ്മാ അടിപിടി കൂടുന്നതെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. അതൊക്കെ എന്തെങ്കിലും ആട്ടെ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. വൈറ്റ് മോസ്ക്. ഇതാണ് റഷ്യ പുതിയതായിട്ട്, അതായത് 21ാം സെഞ്ചുറിയിലാണ് ഇത് ഫുള്ളായിട്ട് പണി കഴിപ്പിച്ചത്. 13ാം സെഞ്ചുറിയിൽ ഇവിടെ ഒരു ചെറിയ മോസ്ക് ഉണ്ടായിരുന്നു, അത് പൊളിച്ചിട്ടാണ് ഇത്രയും മനോഹരമായൊരു മോസ്ക് ഇവിടെ പണി കഴിപ്പിച്ചേക്കുന്നത്. കാരണം നമ്മളിങ്ങനെ പല സമയത്ത് റഷ്യയുടെ കാര്യങ്ങൾ നമ്മൾക്ക് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അത്ഭുതം തോന്നും. കാരണം ഓരോ സ്റ്റേറ്റും ഓരോ രീതിയിൽ പ്രത്യേകതയുള്ളതാണ് റഷ്യയുടെ. പല കൾച്ചറുകളും, പല സ്റ്റേറ്റിൻ്റെ കൾച്ചറുകളും അതാത് രീതിയിൽ നിലനിർത്തിയിരിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് റഷ്യ എന്ന് പറയുന്നത്. റഷ്യ ചുമ്മാ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു രാജ്യമല്ല. കാരണം എല്ലാ വിധത്തിലുള്ള കൾച്ചറുകളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് വ്യത്യാസം ഉള്ള ഒരു രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത്. ഹിസ്റ്ററി അറിയാവുന്നവർക്കും ഇഷ്ടപ്പെടുന്നവർക്കും അതേപോലെ തന്നെ റഷ്യനെ പറ്റി കൂടുതൽ അറിയണം എന്ന് ആഗ്രഹമുള്ളവർക്കും മസ്റ്റായിട്ട് റഷ്യ വിസിറ്റ് ചെയ്യണം. അവിടെയുള്ള പല സ്റ്റേറ്റുകളും നിങ്ങൾക്ക് വളരെ വലിയൊരു അത്ഭുതം തോന്നുന്ന സ്റ്റേറ്റുകളാണ് മിക്കതും. ഈ വൈറ്റ് മോസ്ക് എന്ന് പറയുന്നത് പേര് പോലെ തന്നെയാണ്. വൈറ്റ് മാർബിളുകൾ കൊണ്ടാണ് ഫുള്ളായിട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉൾവശം എന്നൊക്കെ പറയുന്നത് അതിമനോഹരമാണ്. കാരണം നമ്മളിങ്ങനെ നോക്കി നിന്ന് പോവും. എനിക്ക് ഇങ്ങനെ ചർച്ചിൽ പോകാനോ അല്ലെങ്കിൽ ടെമ്പിളിൽ പോകാനോ ഇതുപോലെ മോസ്കിൽ പോകാനോ ഒന്നും ഒരു പ്രശ്നങ്ങളുമില്ല. ഞാൻ എല്ലാ മതത്തെയും ഒരേപോലെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഇവർക്ക് ഇവരുടേതായ ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ എനിക്ക് തല മറയ്ക്കാനും അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ഞാൻ പ്രിപ്പയർ ആയിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവരുടെ ഒരു ഹലാദ് പോലെ ഒരു ഗ്രീൻ കളറിലെ ഇത് തരും. അത് നമ്മൾ ഇട്ടുകൊണ്ട് ഈ മോസ്കിൻ്റെ ഉള്ളിലേക്ക് കയറുക. ഫുള്ളായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നിസ്കരിക്കാനൊന്നും അറിയില്ലെങ്കിലും അവരുടെ കൾച്ചറിനെ മാനിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് സൈലൻ്റായിട്ട് നിന്നുകൊണ്ട് നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ തൊട്ട് മുറ്റെന്ന് പറയുന്നത് നിറയെ ചൈനീസ് ആപ്പിൾ എന്നാണ് ഇതിന് പറയുന്നതെങ്കിലും ഇവരുടെ രാജ്യത്ത് തന്നെ ഉള്ള ഒരു ആപ്പിളാണിത്. ഭയങ്കര ഒരു ടേസ്റ്റാണ് ഈ ആപ്പിളിന്. ഒരു പുളിയും അതിനേക്കാട്ടിലുപരി ഒരു മധുരവും കൂടെ ചേർന്ന് സാധാരണ ആപ്പിളിനെക്കാട്ടിലും നല്ല ടേസ്റ്റാണ്. അപ്പം അതാണ് ഇതിൻ്റെ ഈ മോസ്കിൻ്റെ ചുറ്റുമുള്ള ഗാർഡനിൽ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ആപ്പിളുകളും മരങ്ങളും ഒക്കെയാണ്. അപ്പോൾ റഷ്യ വിസിറ്റ് ചെയ്യാനായിട്ട് ഏത് സീസണാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ സീസണിലും അതിൻ്റേതായ മനോഹാരിത റഷ്യയിൽ എപ്പോഴും ഉണ്ട്. ഇത് സമ്മർ സമയമാണ്. അപ്പോൾ സമ്മർ നിങ്ങൾക്ക് വരാം, അല്ലെങ്കിൽ വിൻ്റർ എൻജോയ് ചെയ്യണമെങ്കിൽ വിൻ്റർ നിങ്ങൾക്ക് വരാം. ഓട്ടം സീസൺ അതിലും മനോഹരമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീസൺ തിരഞ്ഞെടുക്കുക, എന്നിട്ട് വരിക. പിന്നെ തണുപ്പ് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ലാത്തവർക്ക് സമ്മർ ആയിരിക്കും ബെറ്റർ. ഈ ആപ്പിളൊന്നും അങ്ങനെ ആരും പറിച്ച് എടുത്തുകൊണ്ട് പോകാറില്ല ഇവിടുന്ന്. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ വെറുതെ വീണ് പോകത്തേ ഉള്ളൂ ഇതിൻ്റെ സീസൺ കഴിയുമ്പോൾ. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പറിച്ചെടുക്കാനൊക്കെ പറ്റും. പക്ഷെ നമ്മളിവിടെ ടൂറിസ്റ്റുകളായിട്ട് അധികം ആൾക്കാരെ ഒന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് കൂട്ടത്തോടെ ആരും പറിച്ചെടുക്കുന്നതൊന്നും കാണുന്നില്ലാത്തത് കൊണ്ട് നമ്മളെ അങ്ങനെ ആരും വഴക്കൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. സോ നിങ്ങൾ റഷ്യ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് കസാൻ സിറ്റിയും അതേപോലെ തന്നെ വോൾഗാർ സിറ്റിയും വിസിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്